പറഞ്ഞാൽ കുട്ടിക്കാലം ചെറുപ്പത്തിൽ ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒന്നും അറിയില്ല. എന്നുവെച്ചാൽ കുട്ടിക്കാലമുള്ള ഞങ്ങൾ കുട്ടിക്കാലത്ത് ഞങ്ങളെ അമ്മാലൊന്നും ഞങ്ങൾക്ക് ഇല്ലല്ലോ. അന്നേരം കുട്ടിക്കാലത്ത് അമ്മാലൊക്കെ മരിച്ചു പോയി, പിന്നെ ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. പിന്നെ അച്ഛൻ്റെ കുടുംബക്കാർ വളർത്തിയോ. പുതുശ്ശേരിയിലാ? അല്ല, മാനന്തവാടി പിലാക്കാവ്. സഹോദരങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, ബന്ധക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അടുത്തില്ല. അവര് മാനന്തവാടി അവിടെ തമിഴ്നാട്ടിൽ. ടീം പഠിച്ചതൊക്കെ അപ്പോൾ എങ്ങനെയായിരുന്നു? പഠിച്ചിട്ടില്ല? സ്കൂളിൽ പോയിട്ടില്ല? ഇല്ല, സ്കൂളിൽ പോയിട്ടില്ല, പഠിച്ചിട്ടില്ല. എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ട് നമ്മളെ വീട്ടിലുള്ള ജോലികൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ വയലിൽ ഞാറ വരയ്ക്കാനോ നാട്ടാനോ അതിനൊക്കെ പോകുന്നുള്ളൂ. സ്കൂളിലൊക്കെ നമ്മൾ പോയിട്ടുമില്ല, നമ്മളെ കാരണന്മാർ അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. നീ പറഞ്ഞതാ ഞാൻ പറഞ്ഞു, പിന്നെ പറഞ്ഞതൊക്കെ പറയാൻ അറിയില്ല. ഭഗവാൻ അങ്ങനെ പറയല്ലേ. കുറിച്ചിയല്ലേ? ആദിവാസികള്. ഇവിടത്തുള്ള സാധാരണ ആൾക്കാരും അല്ലെങ്കിൽ കുറിച്യരും തമ്മിൽ എന്താണ് വ്യത്യാസം? അങ്ങനെ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാലും നമ്മളൊരു ജാതി മതമായിട്ട് തിരിച്ചെന്നല്ലുള്ളൂ. എല്ലാവരും ഒന്നുപോലെ തന്നെ, എല്ലാവരും മനുഷ്യർ തന്നെയാ. പിന്നിപ്പോ നമ്മള് അങ്ങനെ ഒരു ഇതുമായിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞിട്ടല്ലുള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു വിധത്തില് കുറിച്ചതായിട്ട് വലിയ പിന്നെ ഇതായിട്ടും അല്ലേ മാറ്റുള്ളൂ. ഇത് നമ്മള് ഋതുബന്ധമൊക്കെ ഒന്ന് തന്നെയാ. വലിയ ജാതിയായിട്ട് മാറിയിട്ടേ ഉള്ളൂ, വേറൊരു പ്രശ്നം ഇല്ല. ഈ ആചാരങ്ങൾ ആഘോഷങ്ങളൊക്കെ എന്തൊക്കെ ഇല്ലേ കുറിച്യർക്ക്? വേറെ തരത്തിലുള്ള ആചാരങ്ങളുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള? എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ കുറിച്ചർക്ക് വളനാട്ടി വെക്കല്, പിന്നെ തിലാപത്തിന് ഞങ്ങളെ തറവാട്ടൂടൊക്കെ തിലാപത്തായിട്ടും മീനങ്ങായിട്ടൊക്കെ വലിയ വലിയ കോശമായിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ, ചോറ്. വേറെ ചോറ് ഇതൊക്കെ അല്ലേ ഉള്ളു നമുക്ക് ഇഷ്ടപ്പെട്ടത്. ചിക്കനൊക്കെ കഴിക്കും? ചിക്കൻ കഴിക്കും. വേറെ എന്ന് വെച്ചാൽ ചിക്കനും നമ്മൾ വേറെ ഇതൊന്നും ഇല്ല, വേറെ കൊണ്ടോ അതില്ല, ചിക്കനെയൊക്കെ കഴിക്കുന്നു. ഏതാ തേമയുടെ രാഷ്ട്രീയം? അതറിയില്ല. പാർട്ടിയോ? പാർട്ടിന് നമ്മള് മാർക്സിസ്റ്റ്. ശരി. എന്താ പാർട്ടിനോട് ഒരു ഭയങ്കര സ്നേഹം? പാർട്ടിനോട് നമുക്കൊരു സ്നേഹം വേറെ തന്നെ ഉണ്ട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു ആത്മാർത്ഥമായിട്ട് ആ പാർട്ടിനോട് ഇത്, അപ്പോൾ നമ്മൾ അതിനോട് വലിയൊരു കാര്യമായിട്ട് നടക്കാം. പാർട്ടി പരിപാടികൾക്കൊക്കെ പോകാറുണ്ട്? പാർട്ടി പരിപാടികൾക്കൊക്കെ പോകാറുണ്ട്. അതിൽ പിന്നെ പാർട്ടിൻ്റെ ഒരു മെമ്പറായിട്ട് പിന്നെ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. പിന്നെ പാർട്ടി എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്? പാർട്ടി എന്തൊക്കെ ചെയ്തു തന്നിട്ട് നമുക്കൊക്കെ ഈ സമരഭൂമിയൊക്കെ അവർ പാർട്ടികൾ നിന്നിട്ട് നമുക്ക് സമരഭൂമിയൊക്കെ തന്നത്. അപ്പോൾ പുറത്ത് കൂടല്ലേ ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അവർ പാർട്ടി ഇല്ലാണ്ടാണ്ട് നമുക്ക് ആ സമരഭൂമിയിൽ അങ്ങനെ കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടെ ഒരു ശക്തി കൊണ്ട് നമ്മൾ പാർട്ടി ഭൂമിയിൽ കയറ്റി ഞങ്ങളിപ്പോൾ അതിൽ ജീവിക്കുന്നു. അവർ വീട് വെച്ച് തന്നു. ഇപ്പോൾ കൈവശരാകാൻ നമുക്ക് നിലവിലുള്ളത്. അവർ കൈവശരാഗ ഉണ്ടായിട്ട് അതിൽ ഇതുവരെ നമുക്ക് വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഒരു പട്ടായം കിട്ടണം. അവരിഞ്ഞ് പാർട്ടി പട്ടായം നമുക്ക് തന്ന വേറെ വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. ഇനി എപ്പോൾ പട്ടായം കിട്ടുമെന്നുള്ളത് അത് അറിയില്ല, വേറെ ഒന്നും പറയാനില്ല. തെയ്യം എവിടെയൊക്കെ പോയിട്ടുണ്ട്? സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്? യാത്ര ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ മാനന്തവാടി പോയി, പിന്നെ പല ഉത്സവ സ്ഥലത്തിലൊക്കെ പോകും, പിന്നെ അങ്ങനെ പോകാറൊന്നുമില്ല. വയനാടിന് പുറത്തേക്ക് പോയിട്ടുണ്ടോ? വയനാട് പുറത്തേക്കൊന്നും പോയിട്ടില്ല. തേമയ്ക്ക് ഭയങ്കര ഈ വളകള് ഈ മാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ശരിയാ. ഇപ്പോഴും ഒരുങ്ങി നടക്കാൻ ഇഷ്ടമാണോ? ഞങ്ങള് വിഷുവിന് പോകുമ്പോ അവരോട് പിന്നെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നില്ലേ, അതൊരു വലിയ മുടുക്കുണ്ടാന്നു. അപ്പൊ അതൊക്കെ ഇടുമ്പോ എനിക്ക് വലിയ നല്ലൊരു ഇതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു സമ്മതപ്രകാരം ഒന്നുമില്ലാണ്ട് അവരെ നല്ലപോലെ നോക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഓണത്തിന് പിന്നൊക്കെ നല്ല ഇതൊക്കെ മേടിച്ച് തരും. അപ്പോൾ
അപ്പം അങ്ങനെ പോകുമ്പോൾ ഞാൻ പറയും ഇവരോട് അപ്പം അവര് നല്ലോണം കൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതാ. ഇവിടെ 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 ഈ വീടുമായിട്ടുള്ള ബന്ധം എന്താ? ബന്ധമെന്ന് പറയാൻ ബന്ധമായിട്ട് അങ്ങനെ വരുന്നില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു പണിയില്ലാത്തതുകൊണ്ട് ഈ തൊഴിലുറപ്പിന് പോകുമ്പോൾ നമുക്ക് തൂമ്പെടുത്ത് കളിക്കാനൊന്നും ആവുന്നില്ല. അപ്പം അങ്ങനെ ഒരു പണി അപ്പം ഇവിടുത്തെ സന്തോഷമൊക്കെ ധാരികയിലല്ലേ പിന്നെ പത്രമില്ലേ, അപ്പം അവിടെ ഒരു പണി കിട്ടുമ്പോട്ട് വന്ന് അന്വേഷിച്ചതാ. അന്നേരം ഇവിടെ ഒരു പണി തന്നു. അപ്പോൾ വിനാണ്ടി അറിഞ്ഞിട്ട് പിന്നെ നെറ്റിലേക്കും പോകണ്ട, എന്നാൽ പിന്നെ ഇവിടെ നിന്നാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്നോയതാ. അങ്ങനെ ഒരു പണി വിട്ട് അങ്ങനെ ഒരു ഇതായിട്ട് പിന്നെ നമുക്ക് ഇവരായിട്ട് ഞാനായിട്ട് ഒരു നല്ലൊരു സഹകരണം എല്ലാവർക്കും ഉള്ളത് കൊണ്ട് അതിലൊരു ഇതും ഇല്ല. നല്ല കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് എന്ത് സാധനമായാലും നമുക്ക് എടുത്ത് തരും. അവരുടെ പിന്നെ കുട്ടികളെ മക്കൾ നോക്കും പോലെ തന്നെ നമ്മളെയും നോക്കുന്നുണ്ട്. അവർക്ക് നല്ലൊരു ഇതുണ്ട്. അതുപോലെ എനിക്കും അവരോട് ഇതുണ്ട്. അണ്ണേട്ടനെ പറ്റി എന്താ? അണ്ണേട്ടൻ പറ്റുന്നില്ല. അത് ഞങ്ങള് പിന്നെ ഞങ്ങള് സ്വന്തക്കാര്. എന്താന്ന് വെച്ചാൽ നമ്മളുടെ പിന്നെ ഒരു മരിക്കളായിട്ട് വരും. അപ്പൊ അവര് ഒന്നിച്ച് നമ്മള് പണിയെടുക്കൂ നടക്കൂ. പിന്നെ അങ്ങനെ അവരുടെ ഒരു ഇത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കയ്യേറ്റ ഭൂമിയിൽ കയറാനോ പിന്നെ ഒരു വീട് കെട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി തന്നത് അയ്യാറിനാട്ടം തന്നെയാണ്. അപ്പൊ അവര് നമുക്ക് ആരില്ലല്ലോ. അപ്പൊ ആരില്ലാത്തോണ്ട് അവരിങ്ങനെ ഇപ്പൊ ഇവിടുത്തെ പിന്നെ മാഷ് അയ്യാറിനാട്ടോട് പറഞ്ഞ് ആരില്ലാത്ത കാറ്റെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അണ്ണാട്ട ഭൂമിയിൽ കയറ്റി അണ്ണാട്ടിനുടെ സഹകരണം കൊണ്ട് പുര കെട്ടി ഒക്കെ തന്നു. അങ്ങനെ അയാളുടെ വീതികാരോപത്തിൻ്റെ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം തന്നത്. ഇപ്പം അയാളുടെ മക്കളാക്കാൻ നോക്കുന്നത്. അണ്ണാട്ട് മരിച്ചുപോയി. അണ്ണാട്ടിൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ ഇപ്പോഴുണ്ട്. അവരെ രാത്രിക്ക് ഞാൻ ഇവിടുന്ന് പണി കഴിഞ്ഞ് പോയിട്ട് അവിടെ എൻ്റെ വീട്ടിൽ പോയിട്ട് തിരുമ്പി കുളിച്ച് അവിടെ പോയി കിടക്കും. ഒറ്റയ്ക്കല്ലുള്ളൂ എൻ്റെ വീട്ടിൽ. അപ്പോൾ അവർ അവിടെ വീട്ടിൽ പോയി കിടക്കും. അവിടെ നിന്ന് രാവിലെ എൻ്റെ വീട്ടിൽ പോയിട്ട് അടിച്ച് വാരിയൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് പിന്നെ ഞാനിങ്ങോട്ട് വരും. ഇവിടുന്ന് വീട്ടിൽ പോകും. അങ്ങനെ സംവിധാനമായിട്ട് നടക്കുന്നുണ്ട്. അണ്ണാട്ടിനപ്പോൾ ഇതുപോലെ വലിയ പാർട്ടിയുടെ ഇതുമായിട്ട് നടക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ സന്തോഷേട്ടനോട് അച്ഛനുമായിട്ടും അണ്ണാട്ടിനായിട്ടും വലിയ ഇതായിട്ട് നിൽക്കുന്നതാണ് പാർട്ടിയിൽ. കാരണം ഇവിടുത്തെ സന്തോഷേട്ടനോട് അച്ഛൻ അണ്ണാന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എത്തും. അങ്ങനെ നല്ല സുഹൃത്തായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ആയിക്കോട്ടെ ഞങ്ങൾ ഒന്നിച്ച് പണിയെടുത്ത് അങ്ങനെ ഒരു ഇതായിട്ട് നടക്കുന്നത്. തേമയ്ക്ക് എത്ര വയസ്സായി? 60. ഈ തേമയുടെ ഒരു ദിവസം രാവിലെ എണീക്കുന്നത് തൊട്ട് കിടക്കുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറ്? അങ്ങനെ പറഞ്ഞെങ്കിലും കണ്ടിക്കൂടെ പോയിട്ട് പണിയെടുക്കും രാവിലെ. എന്നിട്ട് രാവിലെ ചോറും കറിയൊക്കെ വെച്ച് ഇലാക്കിയിട്ട് കണ്ടിൽ കൂടെ പോയി പണിയെടുത്തിട്ട് കാടൊക്കെ വീശി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വന്ന് മോണ്ടിക്കത്തെ ചോറും കറിയാക്കും. പിന്നെ കുളിക്കും എനിക്കൊക്കെ തിരുമ്പൊക്കെ ചെയ്യും. അത് മാത്രമേ ഉള്ളൂ. രാത്രി എത്ര മണിക്കാണ് കിടക്കുന്നത്? കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് എപ്പോഴാണ് കിടക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാനാവില്ല. അത് ചിലപ്പോൾ 10 മണിയാവും, ചിലപ്പോൾ 12 മണിയാവും. ഇങ്ങനെയൊക്കെ നമ്മൾ കിടക്കുന്നത്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുട്ടികൾ അടുത്തടുത്തുണ്ടാകുമ്പോൾ പോലെയൊക്കെ വർത്താനം പറഞ്ഞ് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ചിലപ്പം 10-12 മണിയാവും. അപ്പോൾ കിടന്നുറങ്ങും. പിന്നെ രാവിലെ 5 മണിക്ക് വേണിക്കും. 5 മണി അല്ല എപ്പോൾ തൊട്ടാ മുറുക്കി തുടങ്ങിയ? അതില്ല, മുറുക്കുന്നില്ല. ഇപ്പൊ ഇടയ്ക്കേ മുറുക്കുന്നുള്ളൂ. എത്ര വയസ്സ് തൊട്ടാ മുറുക്കി തുടങ്ങിയ? അല്ല പറഞ്ഞോ മതി. മുറുക്കാന്ന് പറഞ്ഞാൽ നമ്മള് കൊറേ കാലമായി മുറുക്കം തുടങ്ങിട്ട്. കുഞ്ഞിലെ തൊട്ടുണ്ട്. അത് ചെറുപ്പം മുതലൊക്കെ അത്ര ചെറുപ്പം മുതലൊന്നും ഇല്ല. എന്നാലും നമുക്ക് ഒരു ഇതാകുമ്പോ അതിൻ്റെ പ്രായത്തൊക്കെ നമ്മളെ മുറുക്കിയൊക്കെ ഇടും. അങ്ങനെ ഇപ്പൊ അങ്ങനെ കാര്യമായിട്ടൊന്നും മുറുക്കുന്നില്ല. അയ്യോ